ഹലോ ഗൈസ്, ഇറ്റ്സ് മീ ഗ്ലാഡിയേറ്റർ ഗെയിം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എന്താണ്, ഞാൻ വരെ മറന്നുപോയി. അതാ കാര്യം, അവിടെ മീറ്റപ്പാണ് കേട്ടോ. എന്ത് മീറ്റപ്പാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഹോൺ അടിച്ചുകൊണ്ടിരിക്കുന്നത് വിദ്യ. നിങ്ങൾക്ക് വണ്ടി കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. M5 മീറ്റപ്പാണ്. പൈസ ഒരു മിനിറ്റ്. അയ്യോ പൈസ നമുക്ക് വേഗം പറപ്പിച്ച് സെല്ലേരിയയിലേക്ക് വിടാം. അപ്പോൾ നമ്മളെ സെല്ലേരിയയുടെ അവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. ഇവിടെ ഭയങ്കര ഷാഡോ ആണല്ലോ. അപ്പോൾ വണ്ടി മര്യാദയ്ക്ക് കാണിക്കാൻ പറ്റൂല. ഇത് നമ്മുടെ പുതിയ റിവീൽ ചെയ്ത വണ്ടിയാണ്. ഞാൻ അന്നത്തെ വീഡിയോ ഒന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പൈസ നമുക്ക് ഇവിടെ ആയിട്ട് അങ്ങോട്ട് നിർത്തി വയ്ക്കാം. ഭയങ്കര ഒരു ഗ്രിപ്പില്ലാത്ത രീതിയിലാണ് ടയറുള്ള. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് അതൊരു കുഴപ്പമാണ്. നമ്മളുടെ കില്ലാടി വൈറ്റ് വന്നിട്ടുണ്ട്. ഒരു യൂട്യൂബറാണ്. നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി, കിട്ടും. നമ്മുടെ കില്ലാടി വൈറ്റിയാണ് അവിടെ ഉള്ളത്. ഞാൻ പാർക്ക് ചെയ്യട്ടെ. പാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വണ്ടി. ഒരു മിനിറ്റ്, നമ്മളുടെ ബ്ലിങ്ക് ലൈറ്റ് ഒന്ന് മിന്നിക്കിട്ടോ. അങ്ങനെയുണ്ട്. അപ്പോൾ നമുക്കൊന്നൊരു വീഡിയോ എടുത്ത് ഫോട്ടോ അപ്പോൾ നമുക്ക് ഫോട്ടോഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഇങ്ങോട്ട് മാറി നിൽക്കാം. നമ്മുടെ ഡ്രോൺ എടുക്കാം. എന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ട് താഴോട്ടാകട്ടെ. വെയിറ്റ് ഇവിടെ ബെസ്റ്റ് ഫ്രണ്ട് ഗിഫ്റ്റ് എവിടെയാണ്? തരാം. അപ്പോൾ ഗൈസ്, ഈ വണ്ടി ഞാൻ എപ്പോഴും അവിടെ കൊണ്ടുപോകും. ട്രോപ്പിക്ക് വന്നു കഴിഞ്ഞാൽ അപ്പം ഞാൻ അവിടെ കൊണ്ടുപോകാൻ തരാം. അങ്ങറ്റത്തെ ആ സ്ഥലമില്ലേ, അതൊന്നല്ല, അതാണെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുക. പക്ഷെ അവിടെ അല്ല. ഇങ്ങോട്ട് അയ്യോ ഒരു മിനിറ്റ്, ബ്രൈറ്റ്നെസ് കുറഞ്ഞു പോയി. ബ്രൈറ്റ്നെസ് കൂട്ടിയുണ്ട്. എല്ലാം എടുത്ത് തീർപ്പിച്ചിട്ട് ഞാൻ
ജസ്റ്റ് വെയിറ്റ് കയറാൻ കയറിക്കണ്ട. അതാണ് നമ്മളുടെ M5-ൻ്റെ പവർ. എന്തിനെ നമ്മൾ തടഞ്ഞു നിർത്തും. അങ്ങനെയാണ് M5 അല്ല, BMW എല്ലാം. ഇതുവരെയായിട്ട് ആരും വന്നിട്ടില്ല. നമ്മൾ നടത്തേണ്ട വരും. ഒയ്യോ പക്ഷേ ഞാൻ മനഃപൂർവ്വം ചെയ്ത കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതായിരുന്നു ബാക്ക് ഫ്ലിപ്പ് എടുക്കാം. വേണമെങ്കിൽ ഇതുണ്ട്. ഇതിന് പറയുന്നതെന്താണെന്നറിയാം, ഗൂഗിളിൽ നിങ്ങൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ വണ്ടി കോപ്പി അടിക്കരുത്. ഇതെൻ്റെ വീട്ടിലുള്ളൊരു ഒഫീഷ്യൽ വണ്ടിയാണ്. അപ്പോൾ കോപ്പി അടിക്കരുത്. എന്നാലും ഞാൻ പേരൊക്കെ ഞാൻ പറഞ്ഞായിരുന്നേ. ഇതിൻ്റെ പേരെന്ന് പറയുമ്പോൾ, വണ്ടിയുടെ കളറെന്ന് പറയുമ്പോൾ ഫ്രോസൺ ഗ്രീൻ കളർ കോഡ് CPM എന്ന് അടിച്ചു കൊടുത്താൽ മതി, കിട്ടും. പിന്നെ നമ്മളുടെ ഗോൾഡൻ ടയേഴ്സ്, അത് ഞാൻ നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ കോഡൊക്കെ ഇടാം. അതിനായിട്ട് അങ്ങനെ പേരൊന്നുമില്ല. നിങ്ങൾ വേണമെങ്കിൽ ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ ഇത് തന്നെ കിട്ടുമായിരിക്കും ചിലപ്പോൾ. ഇത് ഇച്ചിരി കൂടി ഡാർക്ക് ആവേണ്ടത്, പക്ഷെ ഡാർക്ക് ആയില്ല. അയ്യോ വെയിറ്റ് ഗിയറിൽ വരട്ടെ. അയ്യോ ഭയങ്കര ലാഗാണ്. പക്ഷെ എനിക്കിപ്പോഴേ പിന്നെ എന്താണെന്നറിയില്ല, മൊബൈൽ പണ്ടത്തെ എന്താണെന്നറിയില്ല, ഭയങ്കര ലാഗാണ്. പക്ഷെ കുഴപ്പമൊന്നുമില്ല, ഇത് മതി. സ്റ്റിക്കി ഗ്രിപ്പ് അങ്ങനെയാണ് നിങ്ങൾ പറ. ഞാൻ വീട് എടുത്തിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ റിവ്യൂ ഇട്ടാണ്. നിങ്ങൾ പറ എങ്ങനെയുണ്ട്, ഏതാ ലുക്ക് നോക്കി. ചെയ്തില്ലേ, അതാണ്. ഓക്കെ, നമ്മളുടെ ബ്രോ വന്നിട്ടുണ്ട്, നോക്കട്ടെ. ക്ലിക്ക് ചെയ്യാം. കാരണം എന്താ വെച്ചാൽ എന്ത് ബ്രോ ആയാലും അവിടേക്ക് മുകളിലേക്ക് പോവാം. ഇവിടെ നിന്ന് മതി എന്തായാലും. അമ്മേ അടിച്ച്. ഇനി വണ്ടി റിപ്പയർ ചെയ്ത് എടുക്കാം. ഫ്രണ്ട് കണ്ടോ, ഫ്രണ്ട് അപ്പോൾ ഒരു മിനിറ്റ് ഗൈസ്, ഒരു മിനിറ്റ്. വണ്ടിയിൽ ഇത് വെച്ച് കൊടുക്കണം എന്ന് പറഞ്ഞു. മറ്റേ എന്തൊക്കെ സംഭവം അതിന് പറയാ, എന്നിട്ട് അതിന് പറയാം, ഞാൻ മറന്നുപോയി. അതിന് പറയാൻ എന്തിട്ടാ, നമ്മുടെ ഫ്ലാഗില്ലേ, ഫ്ലാഗ് അത് വെച്ച് കൊടുക്കണം എന്ന് പറഞ്ഞു. അവൻ്റെ കോയിൻ ഉണ്ടാവില്ലേ, അതായിരിക്കും. നമ്മൾ പിന്നെ റിച്ച് അല്ലേ, ഏതാ റിച്ച്. അവിടെ അവൻ്റെ വണ്ടി മാറ്റിയുള്ളത്, അവിടെ അവൻ്റെ വണ്ടിയുടെ ലൈറ്റൊക്കെ മാറ്റി വെച്ച് പൊളി സാധനം ആക്കില്ല. നേരത്തൊരു ബ്ലാക്ക് കളറായിരുന്നു, അത് ശരിയായിട്ടുണ്ടായിരുന്നില്ല, എനിക്കിഷ്ടപ്പെട്ടല്ല. ഫ്ലാഗ് റെഡി ആയതുകൊണ്ട് വേറെ ഒന്നും ചെയ്യണ്ട, നമുക്ക് തിരിച്ചു പോവാം. എന്തൊരു എനിക്കിഷ്ടപ്പെട്ടില്ല ഈ വണ്ടി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വണ്ടിയുടെ കളർ എന്താ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇത് കഴിഞ്ഞിട്ട് ഈ ട്രിപ്പ് പോകണം, അതാണ് എൻ്റെ ലോഡാവട്ടെ.
ബോയ്. അപ്പോൾ ഗൈസ് ഒന്ന് ലോഡാവട്ടല്ലോ. ഭയങ്കര നെറ്റ്വർക്കൊക്കെ ഇവിടെ ഭയങ്കര സ്ലോ ആണ്. കേരള ആവശ്യം ഭയങ്കര സ്ലോ ആണ് ഗൈസ്. നമ്മളുടെ അക്ഷയനറിയാം നിങ്ങൾക്ക്? എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു നിങ്ങൾക്ക്. അക്ഷയ് ഇല്ലേ, നമ്മളുടെ അക്ഷയ് കേസിൽ അവിടെ അവർക്ക് വരാൻ നല്ല ഇതുണ്ട്. സബ്സ്ക്രൈബ് ടു കില്ലിയാടി വൈറ്റി. കില്ലിയാടി വൈറ്റ് ഗൈസ് കണ്ടത് ചാനലിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട് കണ്ട. ഇത്രയും തിരക്ക് എനിക്കിഷ്ടമല്ല. ജിപ്പൊന്നുമില്ലേ? എന്ത് വണ്ടിയാ? നമ്മുടെ വണ്ടി എന്തായാലും ബെസ്റ്റ്. പൈസ അവൻ നമ്മളുടെ കാർ എടുക്കാനുണ്ട്. ഞാൻ കണ്ടില്ല. തിരിക്ക് 0-0 എനിക്കിഷ്ടമല്ല. എനിക്കൊന്നും ഇഷ്ടമല്ല ഗൈസ്. നോക്കി 0-0 ടയറിൻ്റെ മൊട്ടാക്കി വെച്ചാണ്. എനിക്കിഷ്ടമല്ല. ഇത് പുക പറയാനുണ്ട. എനിക്കങ്ങനെയൊന്നും ഇഷ്ടമല്ല ഗൈസ്. എനിക്ക് 0 ആക്കി വെക്കുന്നത് കണ്ട ഭയങ്കരമായിട്ട് കൺട്രോളില്ല വണ്ടിക്ക്. 0 ആക്കി വെച്ച് കഴിഞ്ഞാൽ കൺട്രോൾ ഉണ്ടാവാറില്ല ഒട്ടും. ഞാൻ ഇങ്ങനെയൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത്. അത് ഡ്രിഫ്റ്റ് അല്ലായിരുന്നാ? ഞാൻ ഡ്രിഫ്റ്റ് മാസ്റ്ററായി. പറഞ്ഞു തീർന്നില്ല, അപ്പം തന്നെ പോയി. അപ്പോൾ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് വരാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടിയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ. എന്തത് അപ്പോൾ ഒരു പ്രശ്നം പറ്റിയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനറിയാതെ എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിൽ നിന്ന് കില്ലാടി വൈറ്റിനെ ബാക്കാക്കിയേക്കും. എങ്ങനെയോ ഞാൻ അവനെ കൂട്ടുകൂടിയതാ. പോയി സാരമില്ല ഗൈസ്, അടുത്ത പ്രാവശ്യം നോക്കാം. എന്നാലും ഞാൻ ഈ വീഡിയോ ഇവിടെ എൻഡ് ആക്കുന്നില്ല ഗൈസ്. ഞാൻ ട്രിപ്പ് പോകാൻ പോവാം. ഞാൻ ഒറ്റയ്ക്ക് എലോൺ ട്രിപ്പ് അങ്ങനെ പറയാം. നൈറ്റ് ട്രിപ്പ് അങ്ങനെയും പറയാം. ഞാൻ നൈറ്റിലാണ് ട്രിപ്പ് പോകുന്നത്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. എനിക്ക് രാത്രി ആകുമ്പോൾ ട്രിപ്പ് പോകണം. രാത്രിയിലത്തെ ട്രിപ്പ്. അയ്യേ ആരെയും പോലീസ് ലൈറ്റ് ആടേതിൽ. കില്ലാടി വൈറ്റ് എനിക്കിഷ്ടമല്ല. അയ്യോ അതെന്നത് രാവിലെ ഇങ്ങനെയൊന്നും അല്ലല്ലോ. അതെ കില്ലാടി വൈറ്റ് ചെയ്തെങ്ങനെയുണ്ട്? വേടി കിട്ടി. കില്ലാടി ബ്രോ അവിടെ ഇതെന്താ? അത് ശരിയാ. ശരി. ബാക്കിലോട്ട് പോകണമെങ്കിൽ ടയർ റിപ്പയർ ചെയ്യുന്ന സ്ഥലം അവനെന്തായാലും മാപ്പിൽ നോക്കിയാണ്ടാവും ഞാൻ എവിടെയാന്ന്. എന്നിട്ട് എവിടെയാന്ന് ചോദിക്കുമ്പോൾ എനിക്കിഷ്ടമല്ല. എന്തിട്ടത് അല്ലേ? ബ്രേക്ക്. മൈ ഗോഡ്. ഇടിക്കരുത്. ഇടിക്കരുതെന്ന് പറഞ്ഞാൽ അപ്പം ഇടിക്കും. ഞാൻ രാവിലെ ആക്കണിക്കാ ഗ്ലേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തിളക്കം. പൊടിയോ ഇതെന്തത്? വണ്ടി കൊടുത്ത് ശരിയായില്ലേ?
ഞാനൊന്ന് വേഗം കഴുകിട്ട വണ്ടി, എന്നിട്ട് നമുക്ക് ട്രിപ്പിന് ഇറങ്ങാം. അപ്പോൾ നമുക്ക് ഓയോ ബ്രേക്ക് കാണില്ലല്ലേ, കാണാനേ പറ്റില്ല. അതിനെ കണ്ടുണ്ട്. എന്ത് പറ്റിയ കാർ വാഷിൽ പോവാന്ന് പറഞ്ഞാൽ എന്ത് പറ്റി വണ്ടിക്ക്? എനിക്ക് തോന്നി ആ പുള്ളിക്കാരൻ്റെ വണ്ടി മുട്ടയിൽ കിടക്കണമായിരുന്നു, എന്ന് വെച്ചാൽ ടയർ മുട്ടയിൽ കിടക്കണമായിരുന്നു. അപ്പോൾ ചിലപ്പോൾ കൺട്രോൾ കിട്ടൂല. എൻ്റെ വണ്ടി ഒടിഞ്ഞിരിക്കണതേ, ടയർ ശരിയാക്കാൻ കയറ്റിയുണ്ട്. ഞാൻ വിചാരിച്ച് എന്തായാലും നമുക്കൊന്നുകൂടി വെച്ചേക്കാം. സുഖമല്ലേ? പെട്രോൾ അടിക്കണ കാര്യം പറഞ്ഞു. പെട്രോൾ എങ്ങനെ തീർന്നു കഴിഞ്ഞാൽ പിന്നെ തീർന്നു. സ്പീഡ് ഹണ്ടർ ഞാനൊന്ന് റിവ്യൂ എടുക്കട്ടെ. നീങ്ങടാ എൻ്റെ പിന്നെ പെട്രോൾ പോവണ്ടേ, ചളി പിടിച്ച്. നമ്മളൊന്ന് റിവ്യൂ ചെയ്യേണ്ട ഒരു മിനിറ്റ്. $86 രൂപയാണ് എൻ്റെ അമ്മ. എൻ്റെത് ഒക്കെ അപ്പോൾ ഒന്നുകൂടി ടയർ ശരിയാക്കാൻ പോയിട്ടുണ്ടല്ലോ. ഓക്കെ, എനിക്ക് ഇൻറ്റീരിയർ എടുക്കാം, എനിക്കത് ഇഷ്ടം. അപ്പോൾ ഫൈൻ അടിക്കട്ടെ. ഫൈൻ ഞാൻ ഓടാ എടുക്കത്തെ പോകണോ? സോറി എൻ്റെ അമ്മി, എന്തിനു പെട്ടെന്ന് വന്നേ? വണ്ടിക്ക് ഇറങ്ങിപ്പോയി. 2000 രൂപ പുള്ളിക്കാരൻ്റെ പോയണ്ടാവും. പാവം. അയ്യോ വണ്ടി ഇടിച്ച്. ഗിയർ മാറ്റുന്നതെന്നാരോ വെറുതെ ഇങ്ങനെ പിടിക്കണ പോലും ഇല്ല മര്യാദയ്ക്ക്. എന്നിട്ട് എനിക്കിഷ്ടമല്ല നിൻ്റെ ഡിസ്ട്രിക്റ്റ്. വയസ്സ് ഞാൻ റിപ്ലൈ കൊടുക്കട്ടെ. എൻ്റെ സ്ഥലം ഒന്ന് റിവീൽ ചെയ്യാൻ പാടില്ല, അങ്ങനെയാണ് യൂട്യൂബേഴ്സ് എന്ന് തോന്നുന്നത്. അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ. വയസ്സ് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും അങ്ങനെയല്ലേ. അതാണ്, അത്രേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യല്ല. ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തീരും. ബ്രോ ഫോളോ മീ. Okay, I think he is coming. നമ്മൾ ഇൻഡിക്കേറ്റർ എടുത്തിട്ട് മര്യാദയ്ക്ക് പോകുന്നു. കാരണം ഞാൻ പണ്ടത്തെ ഗെയിമൊക്കെ കളിക്കുമ്പോൾ പേരും കിട്ടല്ല. ഇൻഡിക്കേറ്റർ വെച്ചിട്ടാണ് ഞാൻ പോവാറുള്ളത്. ഇടിച്ച് കഴിഞ്ഞ ഫോട്ടോഷൂട്ടൊന്നും നടക്കൂല.
ആ പറഞ്ഞില്ല ബ്രോ. സൈഡ് എടുക്കല്ലേ ഇടിക്കല്ലേ. ആ ബെസ്റ്റ്. ഇതിലേറ്റവും കൂടുതൽ ഞാനടിക്കുക തിരിച്ചാണ്. ഓ ഇത് പരിക്കില്ല അല്ല. അതാണ് BMW. ടോൺ 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 ടോൺ. അതേ മിന്നെ ഹായ്. വെയിറ്റ് ആയിട്ട് നൈറ്റ് ആക്കട്ടെ. അത് കാണാൻ പറ്റും നൈറ്റില്. ഞാൻ ബ്രോയുടെ അടുത്ത് പറയാം. എന്തായാലും ഇറങ്ങി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഡെസേർട്ടിലോട്ട് കയറാം. ഡെസേർട്ടിലോട്ട് പോവാണ് ഗൈസ്. പോയി ഗൈസ്. ആളിവിടെ തന്നെ ഉണ്ട്. പക്ഷെ വേണ്ട വേണ്ട വേണ്ട. ബ്രോക്ക് ചിലപ്പോൾ അർജൻറ്റ് ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് കയറി വരുമല്ലോ. അപ്പോൾ കയറാൻ പറ്റൂല. ഓക്കെ ബ്രോതെ അവിടെ ഉണ്ട്. എന്തായാലും അങ്ങോട്ട് പോവാം. നമുക്കിനി നൈറ്റ് ഡ്രൈവാണ് ഗൈസ്. പേടിപ്പെടുത്തുന്ന നൈറ്റ് ഡ്രൈവ്. ആ പറഞ്ഞു തീർന്നില്ല. അപ്പോൾ ചെറിയ സൗണ്ടൊക്കെ ഉണ്ടാവും. അത് നോക്കണ്ട. പറപ്പിച്ചു വിടാം ഗൈസ്. എൻ്റെ പൊന്നോ. അയ്യോ ഇടിച്ചിടിച്ചിടിച്ച്. അത് കുഴപ്പമില്ല, റിപ്പയർ ചെയ്യാം. 1 lakh പോവും ഈ 20-ന്. ആ പെട്ട് ലാഗായി പ്രൈസ് ഒന്ന് ലാഗ്. ആ എൻ്റെ പൊന്നെ ബാരിയേഴ്സ്. കണ്ട ഇന്ത്യൻ ഫ്ലാഗ് കിടന്ന് ഏതാ വരുമല്ലേ. നോക്ക് പറക്കല് നോക്ക്. ടോൺ ടോൺ ടോൺ. ഗൈസ് പോണുണ്ട് ഗൈസ്. നമ്മുടെ സ്പീഡിൽ പോവാണ് ഗൈസ്. അയ്യോ ഓക്കേ. ഞാൻ വണ്ടി ഇവിടെ ക്രാഷായി. ഇപ്പം രാവിലെ ആയതുകൊണ്ട് എനിക്ക് നല്ല ഗുരുതരമായുള്ളൊരു പരിക്കുണ്ട് ഗൈസ്. കാലൊക്കെ ഭയങ്കര വേനൈസ്. അപ്പോൾ അടുത്ത വീഡിയോ നാളെ വരുന്നുണ്ട്. എൻ്റെ ID വേണവർക്ക് ഞാൻ
ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പിൻ ചെയ്തോളാം. അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റ ബൈ ബൈ.